നമസ്കാരം. ജയന്തി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ബീറ്റ് ബഫിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് നമ്മൾ ഷൂട്ട് കുറച്ച് എപ്പിസോഡ്സ് എടുത്തു വെച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലമായിട്ട് എനിക്ക് ആതിരയെ കാണാൻ വേണ്ടിട്ട് പറ്റിയിട്ടില്ല. കുറച്ച് ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വിഷമം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് സീരിയലൊക്കെയാണ് പിന്നീട് കൂടുതലൊക്കെ കണ്ടു തുടങ്ങിയത്. എനിക്ക് ഇവിടെ കുറച്ച് സമയം തന്നു റെസ്റ്റ് എടുക്കാം. ആ സമയം ഞാൻ ഇവിടെ പോയി അഭിനയിച്ചു. അപ്പൊ അങ്ങനെ അഭിനയിച്ചിട്ട് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലേ? വണ്ണം സംശയമുള്ളൂ. ഞാൻ നന്നായിട്ട് ഉറപ്പിച്ചു ഈ ചെയർ ആ ചേട്ടാ ശരിയാക്കാൻ വേണ്ട പാടേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് പതിവ് പോലെ തന്നെ കോൾസ് അല്ല, നമ്മൾ മെയിൽസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരുപാട് മെയിൽസ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ കോൾസ് ആയിരുന്നു എടുത്തത്. കോൾസ് എടുത്തപ്പോഴേക്കും നമുക്ക് ഒരുപാട് മെയിൽസ് വന്നു. അപ്പൊ എന്തായാലും ഇനി കുറച്ച് മെയിൽസ് ഒക്കെ തീർത്തിട്ട് നമുക്ക് കോൾസിൽ കുറച്ച് ബാക്കിയുള്ള ആൾക്കാരെ കൂടെ ഉപദ്രവിക്കും, എന്നെ വെറുതെ വിടും പ്ലീസ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമ്മൾ എന്തായാലും ഇപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന മെയിൽസിൽ ആദ്യം രേഷ്മയാണ്, ഇടുക്കിയിലുള്ള രേഷ്മ. അപ്പൊ രേഷ്മ നമുക്ക് വിളിച്ചാലോ? അപ്പൊ എന്തായാലും രേഷ്മ അങ്ങോട്ട് വിളിക്കാം. ഹലോ, നമസ്കാരം. രേഷ്മ അല്ലേ? രേഷ്മ ഇടുക്കിയിലല്ലേ? ആ, രേഷ്മ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുന്നല്ലേ? ഇതാ എവിടുന്നാന്ന് മനസ്സിലായോ? മനസ്സിലായല്ലേ? രേഷ്മക്ക് ജലദോഷം ഉണ്ടോ? ഉണ്ടല്ലേ? ആ, പിന്നെ അല്ലാതെ. പിന്നെ രേഷ്മ അവിടെ വീടിന്റെ അടുത്ത് തന്നെയാണോ വർക്ക് ചെയ്യണത്? എന്ത് ഇപ്പൊ വർക്ക് ചെയ്യണില്ല, ജോലിയൊന്നും വേണ്ടെന്ന് വെച്ചു അല്ലേ? അയ്യോ, അപ്പൊ നഴ്സ് നല്ല ജോലി അല്ലെന്നാണോ പറഞ്ഞു പറഞ്ഞ? അങ്ങനെയല്ല, ഇപ്പൊ ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള അതിനേക്കാൾ ബെറ്റർ. മനസ്സിലായി. ചെയ്യുന്ന ജോലി മാറിയിട്ട് വേറൊരു സ്ഥാപനത്തിലോട്ട് നോക്കാൻ, വേറെ ഹോസ്പിറ്റലിൽ നോക്കാനല്ലേ? അങ്ങനെയാണ്. ഇപ്പൊ എത്ര കുറെ നാളായോ മാറിയിട്ട്? അപ്പൊ എന്നിട്ട് ജോബ് സെർച്ചിങ് ഒക്കെ ഉണ്ടോ? നഴ്സിംഗ് ഒക്കെ പുറത്തോട്ട് നല്ല സ്കോപ്പ് അല്ലേ? പുറത്തോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? പുറത്തു പോകാൻ ആരാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്തല്ലേ? എനിക്കിഷ്ടല്ലോ. പുറത്ത് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കടമ്പകളുണ്ട്. എന്ത് കടമ്പ? അത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ട് ആക്കണം. എനിക്കുണ്ട് പാസ്പോർട്ട്. പാസ്പോർട്ട് ആക്കി കഴിഞ്ഞാൽ മാത്രം പോരാ, ഇത് പഠിക്കണം. എന്ത് പഠിക്കണം? ഈ 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ നീ ഫാർമസിസ്റ്റ് ആണ്. പറഞ്ഞ നന്നായി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒന്നായല്ലോ. ആസ്വദിക്ക്. എന്തായാലും രേഷ്മ ഐശ്വര്യമായിട്ട് നല്ലൊരു പാട്ടൊക്കെ ഒന്ന് പാടി തന്നെ. നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണുന്നതല്ലേ? അപ്പൊ നല്ല ഐശ്വര്യമായിട്ട് ഒരു പാട്ടൊന്ന് പാടി ചിലരൊക്കെ കണ്ട് പഠിക്കട്ടെ. പഠിക്കോ? അതരം പിൻകലമായി പാടി ഗാനം നക്ഷത്രപ്പൂവേ നവരാത്രിപ്പൂവേ അഴകിൻ പൂഞ്ചോലാടാട് നീയില്ലെങ്കിൽ വേനൽ കനവായി പോയി പോയേനേ നീയില്ലെങ്കിൽ സ്വപ്നം പോലും നിന്നെ കരികളായി പോയേനേ. കൊള്ളായിരുന്നു അല്ലേ? ഇല്ല, ജലദോഷം ആയതുകൊണ്ട് കുട്ടിക്ക് എല്ലാ കഴിവും പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല. സ്വീറ്റ് വോയിസ്. ഓ, ഞാൻ ഓർക്കുന്നു. എന്തായാലും കൊള്ളാം കേട്ടാ, മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ഇനിയാണ് ശരിക്കും നമ്മുടെ ഒരു അംഗത്തിലോട്ട് പോവാൻ പോണത്. ഗെയിം അറിയാലോ അല്ലേ? അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കാനില്ലേ? വീട്ടിലാരൊക്കെയുണ്ട് രേഷ്മയുടെ? വീട്ടില് അച്ഛന്, അമ്മ, ചേട്ടനുണ്ട്. ചേട്ടൻ അച്ഛനമ്മയൊക്കെ എന്ത് ചെയ്യാണ്? അച്ഛനും അമ്മയും ഒരു ഗാർഡന്റെ ബിസിനസ് നടത്തുക. ചേട്ടന് വെൽഡറാണ് ജോലി ചെയ്യുന്നത്. ചേട്ടൻ മാരീഡ് ആണോ? അല്ലല്ല. ചുമ്മാ ചോദിക്കാലോ, ചുമ്മാ ചോദിച്ചതാണ്. വെറുതെ അറിഞ്ഞിരിക്കാലോ നമുക്ക് അല്ലേ? അതെ അതെ അതെ. എന്തായാലും രേഷ്മ, നമുക്കപ്പം ഗെയിമിലോട്ട് പോയാലോ?
നമ്മൾ കുറച്ച് പഴയ പാട്ടുകളാണ് ഇന്നത്തെ എല്ലാ സോങ്സും എടുത്തു വെച്ചിരിക്കുന്നത്. പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നമ്മുടെ 80s ഹിറ്റ്സ് സോങ്സ് ആണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്ക് അപ്പൊ എന്തായാലും കിട്ടുമല്ലോ അല്ലേ? കിട്ടും കിട്ടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അല്ലേ? എന്തായാലും പാട്ട് വരട്ടെ അല്ലേ? അറിയാലോ, ഗെയിമൊക്കെ കാണുന്നല്ലേ പ്രോഗ്രാം. അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ. കേട്ടോ? മനസ്സിലായോ? അതുവഴി പോയെന്നാണ് തോന്നുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊരു 80s പാട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ജനിക്കാത്തോണ്ട് കുഴപ്പമില്ല. 80s 90s അതിന്റെ ഇടയ്ക്കുള്ള ആ ഒരു കാലഘട്ടത്തിലുള്ള പാട്ടാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ജനിച്ച ആൾക്കാർക്കും ഈ പാട്ടൊക്കെ ഇഷ്ടംപോലെ റീൽസിലൊക്കെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ റീൽസ് വരുന്നുണ്ട്. അറിയാൻ പാട് എന്തായാലും നോക്കാലോ. പാടൂ. ഇത്രയെങ്കിലും ഒപ്പിച്ചല്ലോ അല്ലേ? ലൈൻസ് കറക്റ്റ് തന്നെ ആയിരുന്നോ? ആദ്യത്തെ 2 ലൈൻ ഓക്കെ, മറ്റു 2 ലൈൻ ഓക്കെ ആണോ? ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ചോദിച്ച് ഇനിയെങ്കിലും ആ ഗൂഗിൾ ക്രോം എടുത്ത് അങ്ങ് മാറ്റിക്കോ. ഏതിലാണോ ലിറിക്സ് നോക്കിയത് അതങ്ങ് മാറ്റിക്കോളുക. അതുകൊണ്ട് ആ ഈണം കിട്ടാഞ്ഞത് മനസ്സിലായോ? നോക്കി വായിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. അല്ലല്ല, രേഷ്മ വിചാരിക്കണം ഇവിടെ വല്ല CCTV വല്ലതും വെച്ചിട്ടുണ്ടോന്ന്. കണ്ടുപിടിച്ച് കൊറേ നാളായില്ലേ പരിപാടിക്ക് വന്നിട്ട്. നമുക്കറിയാലോ ഇത്. അല്ലാതെ അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സമ്മാനം വേണ്ടേ? അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി വിളിക്കണം കേട്ടോ. ഇനി ഡെഡിക്കേഷൻ ഒക്കെ ചോദിച്ചോളൂ. അപ്പൊ 2 ഫോണ് 2 കയ്യിലായിട്ട് വെക്കണേ. ഒന്നിൽ മറ്റേ ഗൂഗിൾ ക്രോം നോക്കാനും ഇപ്പുറത്തതിൽ യൂട്യൂബ് നോക്കാൻ വേണ്ടിട്ട് 2 ഇങ്ങനെ പിടിച്ചിരിക്കണം. പക്ഷെ ഈണം താളം പല്ലവിയൊക്കെ കിട്ടാൻ പാടായിരിക്കും. ഇനി നമുക്ക് കോമ്പറ്റീഷനില് ഈണം കൂടെ നോക്കണം അല്ലേ? അതെ അതെ അതെ. നമ്മൾ ഈ പാട്ടിട്ട ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? താങ്ക് യു. നമ്മളെ ഈ ഫാമിലിക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ. വേറെ അല്ലാണ്ട് ആർക്കും ഇല്ല. മതിയല്ലോ, നമ്മള് മതിയല്ലോ. ഇനി എന്തിനാ പുറത്തുനിന്ന് ആൾക്കാര്? വേണ്ട. ഓക്കെ ശരി. അപ്പൊ ഈ പാട്ട് വെച്ച് തരാം കേട്ടോ. ഇനി വിളിക്കണം, പുറത്തു പോയാലും വിളിക്കണം. നമുക്ക് പുറത്തുനിന്നൊക്കെ കോൾ വരണമെന്ന് പറയാലോ. അപ്പൊ എന്തായാലും ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇനി നമ്മള് മെയിൽ അയക്കണം, നമ്മുടെ പ്രോഗ്രാം കാണണം അല്ലേ? ഇനി എന്താ പറയണ്ടെന്ന് കേട്ടിട്ട് വെക്കോ. അപ്പൊ ഓക്കെ, ടാറ്റാ ബൈ ബൈ. നമ്മൾ വിളിച്ചിരുന്ന രേഷ്മയായിരുന്നു. രേഷ്മ അപ്പൊ മനോഹരമായിട്ട് പാട്ടൊന്നും പാടി നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. തട്ടിയും മുട്ടി ആ ഗൂഗിൾ കോമിലൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് വായിച്ചു തന്നത്. എന്തായാലും കുഴപ്പമില്ല, സമ്മാനം കിട്ടിയിട്ടുണ്ട്. രേഷ്മക്ക് ഉടനെ തന്നെ സമ്മാനം കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മളിപ്പോ കണ്ട സിനിമ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, ജനിച്ചിട്ടില്ല അല്ലേ? ഞാൻ ജനിച്ചില്ല. ഞാൻ കൊച്ചുകുട്ടിയാണ്. കൊച്ചുകുട്ടിയാണല്ലേ? ഇപ്പോഴും കൊച്ചുകുട്ടിയാണ്. അതുകൊണ്ട് ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ആദ്യത്തെ ഒരാളായിരിക്കാം ചിലപ്പോ. അല്ല, സംഭവം അറിയോ, ഞാൻ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്ക് ഓർമ്മയില്ല. അതിലൊന്നും ഓർമ്മയില്ല. അതെന്തോ ഒരു മരുന്നുണ്ടല്ലോ, രക്തചന്ദനാദിയ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അത് മുഖത്ത് തേക്കാനുള്ളതാ. ആണോ? രക്തചന്ദനം ഇങ്ങനെ കുടിക്കാൻ പറ്റുമല്ലോ നമുക്ക്. അത് വേറെ ആണല്ലേ? അപ്പൊ പിന്നെ ഓർമ്മയൊക്കെ കിട്ടിക്കോളും. അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് രേഷ്മ നല്ല പാട്ടൊക്കെ പാടി തന്നെ. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ജലദോഷം ഉള്ളതുകൊണ്ട് പുള്ളിക്കാർക്ക് മൊത്തം കഴിയും പുറത്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം ഇടയ്ക്ക് പറയണേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്നിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പാടിയേനെ. ജലദോഷമെങ്കിലും വന്നിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പാടാൻ പറ്റിയെന്നെ അല്ലേ? അതെ അതെ അതെ. അപ്പൊ എന്തായാലും അടുത്തത് നമ്മൾ മെയിൽ തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത ആള് നിമിഷയാണ്. വിളിച്ചോളൂ. നിമിഷൻ എന്തായാലും ആദ്യം അങ്ങോട്ട് വിളിച്ചോളൂ. ഓക്കെ, വിളിച്ചോ. ഹലോ 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 ഹലോ, സുഖാണോ? നിമിഷയല്ലേ? പത്തനംതിട്ടന്ന്. മനസ്സിലായോ? മനസ്സിലായി. ആരാ പറ, ആരാ? ഷോ എനിക്ക് വയ്യ ചേട്ടാ, ഭയങ്കര ഫേമസ് ആണല്ലോ.
സീരിയലൊക്കെ കേറിയിട്ടില്ല, ഞാൻ കാണാറുണ്ട്. ആ അതാണ് അതന്നെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻട്രോയില്. സീരിയലിലൊക്കെ പോയി അഭിനയിച്ച് ഇവിടെ കസേര തികയാത്ത അവസ്ഥയായി. ഫാൻസാ, ഫാൻസ്. ആ സീരിയലിലെ ഫാൻസ് ആണോ? അല്ല, ഞാനല്ല, ആഗ്രഹ ഫാൻസ് ഒന്നും. ആതിരയുടെ ഫാൻസ് അങ്ങനെ. അതെ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പറ്റി സംസാരിക്കണ്ട. ആ. വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? വീട്ടില് സുഖമായിട്ടിരിക്കുന്നു. ആരൊക്കെ ഉണ്ട് വീട്ടില്? വീട്ടില് ഞാനും മോനും മാത്രമേ ഉള്ളൂ ഇപ്പൊ. അയ്യോ, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ പോയി. ബാക്കിയുള്ളത് ഹസ്ബൻഡ് പുറത്താ. ആ പുറത്താണ്. ആ ഓക്കെ. അമ്മ അച്ഛനും ഒക്കെ? അമ്മ അച്ഛനും ഒക്കെ മരിച്ചു. ഓ ഓ ശരി ശരി. അപ്പൊ ചുമ്മാ ഷോ പഠിപ്പിക്കല്ലേ, ബാക്കി ചോദിക്കാൻ കൊണ്ട്. മോൻ എന്ത് ചെയ്യാണ്? മോൻ ഒന്നി പഠിക്കുന്നു. ഒന്നീ പഠിക്കണം അല്ലേ? നിമിഷം എന്ത് ചെയ്യുന്നു? ഞാനിപ്പം നേഴ്സാണ്, മതി ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ആ കുറച്ചു മുമ്പേ ഇന്ന് തന്നെ നേഴ്സുകാർ എന്തെങ്കിലും സംസ്ഥാന സമ്മേളനം നടപ്പുണ്ടോ? നേരത്തെ വിളിച്ചാലും നേഴ്സായിരുന്നു. അപ്പൊ സെയിം പ്രൊഫഷനിലുള്ള ഒരാളെയും കൂടെ കിട്ടിയില്ലേ? ആ ഞാൻ ഫാർമസിസ്റ്റ് ആണ്, അറിയോ? ആണോ? എല്ലാരും അവിടെ പഠിക്കുമ്പോഴാണ് ജോലി ചെയ്യാറുണ്ട്. അല്ലല്ല, അങ്ങനെയല്ല. നിമിഷം എടുത്ത് വെക്കാണ് ഞാൻ ഫാർമസിസ്റ്റ് ആണ് അറിയോന്ന്. ഫാർമസിസ്റ്റ് എന്നുള്ള നെറ്റിയിലുള്ള എഴുതി ഒട്ടിച്ചിട്ടുണ്ടോ അറിയാൻ വേണ്ടി? ഇല്ല, ചിലരുടെ പ്രൊഫഷൻ കണ്ടറിഞ്ഞൂടെ? എന്നെ കണ്ടറിയാൻ പാടില്ല. നീ ഇപ്പൊ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. അതറിയാൻ പറ്റും. ചെമ്പരത്തിയും കൂടെ വെച്ചാൽ മതി, കറക്റ്റ് അറിയാൻ പറ്റും അല്ലേ? അതെ, ഒരെണ്ണം ഞാൻ കൊണ്ടുവരണുണ്ട്. ആ പിന്നെ വേറെ നമ്മുടെ പ്രോഗ്രാം ഒക്കെ സ്ഥിരമായിട്ട് കാണണല്ലേ? ചടങ്ങുകളൊക്കെ അറിയാലോ. അപ്പൊ ആദ്യം എന്തോ ചോദിക്കുന്നുണ്ട്. അല്ല, ഇവിടത്തെ സ്ഥിരം ചടങ്ങുകളൊക്കെ അറിയാലോ. നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ആദ്യം പാട്ട് പാടണം. അതെന്താ അങ്ങനെ? പാട്ട് പാടൂ. അതറിയായിരുന്നു, ഞാൻ നൈസായിട്ട് മറന്നുപോയതാണ്. അതെ അതെ അതെ, അങ്ങനെ ഓർക്കുന്നില്ല. ആ പാടണം, ആ പാടണം. കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി മതി, ധാരാളം. സംസാരിച്ചപ്പോ ഞാൻ വിചാരിച്ചില്ല ഇത്രയും മനോഹരമായിട്ട് പാടുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ നന്നായിട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ട് വരട്ടെ അല്ലേ? ഓക്കെ, നമ്മളൊരു പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് വരട്ടെ കേട്ടോ. ഓ എന്റെ നാവിന്റെ തുമ്പത്തുണ്ട്. മിന്നൽ കരിവറ തുമ്പിപ്പെണ്ണെ ബാവാ തുമ്പച്ചോട്ടിൽ വാവാ ഞാൻ വരൂലപ്പോ. തുമ്പിപ്പെണ്ണെ ബാവാ തുമ്പച്ചോട്ടിൽ വാവാ. അടുത്ത വരിയാണ് എനിക്ക് അറിയേണ്ടത്, അതും കൂടെ പാടിട്ട് വന്നു കഴിഞ്ഞു നമ്മള്. അടുത്തത് പാടൂ. എങ്ങനെ 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 എന്താ ഉദ്ദേശിച്ച കവി? ചേച്ചി എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട്, ഉപദ്രവിക്കരുത് പ്ലീസ്. ചേച്ചിക്ക് എന്തായാലും സമ്മാനം തന്നിരിക്കുവാണ് നമ്മള്. കൊണ്ടോക്കോ, സമ്മാനം കൊടുത്തോളൂ. ചേച്ചി മനോഹരമായൊരു സമ്മാനം കിട്ടിയിരിക്കുന്നു, ഉടനെ എത്തും. ഓക്കെ, താങ്ക് യു. എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ പാടിയിട്ട് എനിക്ക് സമ്മാനം. എനിക്ക് എന്നെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുള്ള നമ്മളീ പാട്ട്. ഞാൻ പോണ് എനിക്ക് ചോദിക്കാനൊരു അവസരം കൊടുക്കൂ ചേച്ചി. എനിക്കിപ്പോ വീട്ടിൽ പോണം. ചേച്ചി ഞാൻ ചോദിക്കാം, ഡെഡിക്കേഷൻ ആർക്ക് വേണം? അത് പറ്റൂല. അല്ല ചേച്ചി, ഇതൊക്കെ എന്റെ ജോലിയാണ്, എന്നെ സമ്മതിക്കൂ, ചോദിക്കാൻ സമ്മതിക്കൂ. ചേച്ചി മനസ്സിലായി, ഹസ്ബൻഡിനും മോനും അല്ലേ? ആ നമുക്ക് രണ്ടുപേർക്കും സന്തോഷായി. ഇത്രയും പേർക്കാണ് ഡെഡിക്കേഷൻ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം ഇനിയും കാണുക, നമുക്ക് മെയിൽ അയക്കുക, നമ്മളെ വീണ്ടും വിളിക്കുക അല്ലേ? അതെ, ഇനി സമ്മാനം മേടിക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു അവസരം വീണ്ടും നമുക്ക് ഉണ്ടാക്കി തരിക. ശരി ചേച്ചി, ബൈ. നമ്മൾ വിളിച്ചിരുന്നത് നിമിഷയായിരുന്നു. നിമിഷയുടെ ആ ഒരു ലാസ്റ്റിൽ വൈൻഡപ്പ് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് നിമിഷങ്ങൾ എടുത്ത ആളാണ് ഇത് എൻ്റെ അടുത്ത് ഇരിക്കുന്നത്.
ചുമ്മാ അങ്ങ് ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പക്ഷെ നിനക്ക് പറ്റിയൊരു കൂട്ടായിരുന്നു അല്ലേ? അതെ, ചേട്ടൻ നോക്ക് മാറ്റിയിട്ട് ആളിനെ കൊണ്ടിരുത്തിയാലോ? എന്ത് പറയുന്നു? പിന്നെ തീർച്ചയായിട്ടും പിന്നെ പ്രോഗ്രാം പൊടി പൊടിക്കും. സമയം പോണത് അറിയും തോന്നില്ല എന്തായാലും. അപ്പൊ അതേ രീതിയിൽ. പക്ഷെ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാല് ആദ്യമായിട്ട് ഫോൺ വിളിക്കുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിന്നെ ഒരാളടുത്ത് സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം മാക്സിമം അവർ എൻജോയ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ പാട്ടൊക്കെ മനോഹരമായിട്ട് പാട്ടൊക്കെ പാടിത്തന്നു. സമ്മാനവും മേടിച്ചിട്ടാണ് ചേച്ചി പോയിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും നമ്മളിപ്പോ കണ്ടത് ധ്രുവം എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു സോങ് തന്നെയായിരുന്നു. ഒരുപാട് ടൈം നമ്മൾ ചേച്ചിയുടെ അടുത്ത് തന്നെ സംസാരിച്ചിട്ട് തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ എപ്പിസോഡിൽ ഒരു കോളറിയും കൂടെ അങ്ങോട്ട് വിളിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കത്തിയൊന്നും കൂട്ടുന്നില്ല, പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കാണ്. അപ്പൊ എന്തായാലും വിളിച്ചോ. ഷിജിത്താണ് കാസർഗോഡ് നിന്ന്. ഷിജിത്തിനെ അങ്ങോട്ടൊന്ന് വിളിച്ചോളൂ. ഹലോ, നമസ്കാരം. ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇത് ഷിജിത് കുമാറാണ്, കാസർഗോഡ് ജില്ല. വേറെ പറഞ്ഞോളൂ. പ്രോഗ്രാം എപ്പോഴും കേൾക്കാറുണ്ട്. നല്ല സൂപ്പർ പ്രോഗ്രാമാണ്. കേൾക്കാറുണ്ടാ? കാണാറില്ലേ? കാണാറുണ്ട്, ക്ഷമിക്കണം. ഇടി മേടിച്ചു തരുവോ? കാസർഗോഡൊക്കെ അങ്ങ് അറ്റാണ്, വെറുതെ ഇടി മേടിച്ചു തരരുത്. തിരുവനന്തപുരം എത്തുമ്പോഴത്തേനും ഞാൻ നാട് വിടും. ചേട്ടാ പറഞ്ഞോ, കൊള്ളാം, നല്ല രസമുണ്ട് പുള്ളിക്കാരെ. സംസാരിച്ചോ? നേരത്തെ മറ്റേ കോളിംഗ് പ്രോഗ്രാമിലായിരുന്നു തോന്നുന്നു. ഹലോ. എന്താണ്? ഷിജിത് കുമാർ എന്ത് ചെയ്യാണ്? ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുവാണ്, ഒരു സ്റ്റേഷനറി കടയിൽ. നീലേശ്വരത്ത് എവിടെയാണ്? നീലേശ്വരം ടൗണിൽ തന്നെയാണ്. ടൗണിൽ തന്നെയാണ് അല്ലേ? അല്ല, നീലേശ്വരം എവിടെയാണെന്നൊക്കെ ഇത്തിരി ആധികാരികമായിട്ട് ചോദിക്കാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടാണ് അവിടെ, അതുകൊണ്ടാണ് ചോദിച്ചത്. നീലേശ്വരം അല്ല, തൃക്കരിപ്പൂരം. കുറച്ച് മാറിയിരിക്കുക, ഇച്ചിരി മാറിയിരിക്കുന്നത് നന്നായി. എന്തായാലും ഷിജിത്തിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അമ്മയുണ്ട്, അപ്പച്ചിയുണ്ട്, ചേട്ടൻ ചേട്ടനുണ്ട്. സൗണ്ട് കേട്ടിട്ട് എനിക്ക് നന്നായിട്ട് പാടുന്ന ഒരാളാന്ന് തോന്നുന്നു. നമ്മള് മാരീഡ് അല്ലേ? അല്ല, എന്ത് പറ്റി? ചുമ്മാ ഒരു വെറുതെ എന്തോ ഒരു കഥ ഉള്ളതുപോലെ. പിറകില് ട്രാജഡി ഉണ്ടോ? ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടിയില്ല അല്ലേ? അപ്പൊ മനോഹരമായിട്ടുള്ള ഒരു പാട്ടം നമുക്കൊന്ന് പാടിത്തരുമോ? ഒരു തരം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നോ, തരളകാബോലങ്ങൾ ഉള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകുളമായി നീ എന്റെ മുന്നിൽ നിന്നോ. ഹലോ, നന്നായിട്ടുണ്ട്, നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ഗെയിമിലോട്ട് പോയല്ലോ. ഓക്കെ, അറിയാലോ അല്ലേ? അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളൊരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പാട്ട് വരട്ടെ അല്ലേ? പാട്ട് വരട്ടെ. പരിഭവചന്ദ്രൻ ആദിമറഞ്ഞു പാടാൻ മറന്നു കുയിലിനകൾ, താരുകൾ വാടി തളിരുകളിടറി രജനീഗന്ധികൾ വിടരാതെ. അങ്ങോട്ട് പാടിക്കോളൂ. പാടുക. ഒരു വാസന്തമേ വരൂ വൈശാഖമേ നീ അങ്ങകരേ അങ്ങകരേ കടൽ കാറ്റിൻ നെഞ്ചിൽ കനലായൊടിഞ്ഞ സ്നേഹമൊടിഞ്ഞു. ആ പാട്ടല്ലേ? അതന്നെ, പാടിക്കോളൂ. അല്ല, കടൽ കാറ്റിൻ നെഞ്ചിൽ പാട്ട്. 4 പേര് പാടണം, 4 പേര്. കനലായി പൊടിഞ്ഞ സന്ധ്യ മയങ്ങി, രാത്രി മയങ്ങി, സന്ധ്യ മയങ്ങി, ഉച്ച മയങ്ങി. ചില പാട്ടതറിയാം, പക്ഷെ ലിറിക്സ് അറിയില്ല. അയ്യോ, ഇത്രയും അടിപൊളിയായിട്ടൊക്കെ പാടി തന്നിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഫുൾ അങ്ങ് ഫുള്ള് കിട്ടുന്ന വിചാരിച്ച്. ഫസ്റ്റ് ടൈം അല്ലേ? ഇനി വിളിക്കുന്ന സമയത്ത് നന്നായിട്ട് പാടാം. അപ്പൊ ഇപ്പൊ സമ്മാനം തന്നേക്ക്. ഞാൻ വിചാരിച്ചെന്നറിയാമോ, നെക്സ്റ്റ് ടൈം ഞാൻ നന്നായിട്ട് പാടാം, ഇപ്പൊ തന്നില്ലേലും കുഴപ്പമില്ല എന്നാണ്. നമ്മളുടെ കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് വിളിക്കുന്ന ഒരു പ്രേക്ഷകനല്ലേ? വടക്കേ അറ്റത്തുനിന്ന് തെക്കേ അറ്റത്ത് വിളിക്കുവാണല്ലേ? കഷ്ടപ്പാടാ. കഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്ന വ്യക്തിയല്ലേ? അപ്പൊ സമ്മാനം എന്തായാലും ആതിരയാണ് കൊടുക്കണം. ആതിര തീരുമാനിച്ചോളൂ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. എന്തായാലും നന്നായിട്ടിരിക്കട്ടെ. എന്തായാലും സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സന്തോഷായില്ലേ? താങ്ക് യു. അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുക, നമുക്ക് മെയിൽ അയക്കുക.
നമ്മൾ ഇനിയും വിളിക്കുക, നമ്മൾ ഇനിയും വിളിക്കുക, അടുത്ത് നല്ലോണം പാടി സമ്മാനം മേടിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. ശരി, ബൈ ബൈ. അല്ല, ഒരു കാര്യം കൂടെ അതിന്റെ ഇടയ്ക്ക് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ചോദിച്ചില്ലായിരുന്നു. ആർക്കൊക്കെ ഇപ്പൊ ഈ പാട്ട് നമ്മൾ വെച്ച് തരും, അപ്പൊ ആർക്കാ ഡെഡിക്കേഷൻ ഉള്ളത്? ഡെഡിക്കേഷൻ എന്താന്ന് വെച്ചാല് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നൗഷാദ് റഹ്മാൻ. പുള്ളിക്കാരൻ കാർണിക സിനിമയിലൊക്കെ പോലീസ് ഓഫീസറൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എന്തായാലും ആളിനാണല്ലേ നൗഷാദ് റഹ്മാൻ. ഓക്കെ, പുള്ളിക്ക് വേണ്ടിട്ടാണ് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ വിളിക്കാം, നമുക്ക് മെയിൽ അയക്കാം. ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ. നമ്മൾ വിളിച്ചിരുന്നത് ശിജിത് കുമാർ ആയിരുന്നു, കാസർഗോഡ് നീലിശ്ശേരത്ത് നിന്നാണ് വിളിച്ചത്. അപ്പോൾ പുള്ളി ആദ്യം നമുക്ക് നല്ലൊരു പാട്ടൊക്കെ പാടി തന്നു. അതേപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുത്ത് ആതിര പറഞ്ഞ മാതിരി ഞെക്കി ഞെരങ്ങി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനെയൊക്കെയാണ് സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു സോങ് തന്നെയായിരുന്നു നമ്മളിപ്പോ കണ്ടത്. കാസർഗോഡ് പ്രശ്നമാണ് അല്ല, ഈ ഞെക്കി ഞെരങ്ങി എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത്. തിരുവനന്തപുരത്തുള്ള ഒരുപാട് പഠിക്കാനുണ്ട്. ഇതാ ഒതന്റിക് ആയിട്ടുള്ള ഭാഷയാണ് അത് തന്നെ. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു നമ്മളിപ്പോ കണ്ടത്. നല്ല സിനിമയായിരുന്നു അല്ലേ? ശരിക്കും ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നല്ല സിനിമ തന്നെയായിരുന്നു. ജയറാം, അതുപോലെ തന്നെ ഫ്രണ്ട്സിലെ ജയറാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു വികാരമാണ്. ചില ആൾക്കാർ ഫസ്റ്റ് ദിവസം മുടിയൊക്കെ വെട്ടിട്ട് വരുമ്പോ നമ്മൾ പറയില്ലേ, അതേപോലെ. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള സോങ് നമ്മളിപ്പോ കണ്ടു. അതേപോലെ തന്നെ നല്ല സമ്മാനവും നമുക്ക് കൊടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 3 പേർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റി. 3 പേർക്ക്, നമ്മുടെ 3 മെയിൽസ് ആയിരുന്നു. അപ്പൊ 3 പേർക്ക് നമുക്ക് സമ്മാനം കൊടുക്കാൻ പറ്റി. അതിന്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ കത്തിയൊന്നും വെക്കണില്ല, കാരണം നമുക്ക് ഇപ്പൊ ഇത്രയും സമയം ഒരുപാട് നേരം നമ്മൾ സംസാരിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു മെയിൽ ഐ ഡി ഒക്കെ ഇല്ലേ, അതൊക്കെ കൊടുക്കണ്ടേ? പിന്നെ കൊടുത്തോളൂ ചേട്ടാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയില്ല. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഒരു മെയിൽ ഐ ഡി ഉണ്ട്, beatbuffjh@gmail.com എന്നുള്ളതാണ് നമ്മുടെ മെയിൽ ഐ ഡി. അതോടൊപ്പം നമുക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതെങ്കിലും ഒന്ന് കൊടുത്തൂടെ? ഇതാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ഫേസ്ബുക്ക് പേജ്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അല്ലേ? അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡ് എല്ലാവർക്കും ബൈ.